ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. മോളിവുഡ് ടൈംസ് നസ്ലിൻ നായകനായിട്ട് ഇറങ്ങിയ പടമാണ് സുഹൃത്തുക്കളെ മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായകാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അഭിനവ് സുന്ദർ നായകും രാമു സുനിലും കൂടെ ചേർന്നാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന ഒരു പടമാണ്. ഒരു എന്താ പറയുക, ഒരു ഷോബിസ് ഡ്രാമ അല്ലെങ്കിൽ ഒരു കോമഡി ഡ്രാമ, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ജോണറിലൂടെ പോകുന്ന ഒരു പടമാണ്. സോ പടത്തിനെക്കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി വർക്കാകുന്നത് ആർക്കൊക്കെയാണെന്നറിയാമോ? അതായത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അതിലോട്ട് കയറാൻ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കുറേയൊക്കെ നടന്ന് പല ലൂപ്പുകളിലും പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പല എന്താ പറയുക, പല ആൾക്കാരുടെ അടുത്തുനിന്ന് റിജക്ഷൻ കിട്ടി. ഐ മീൻ സിനിമയുടെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറി റൈറ്ററായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അഭിനയിക്കാനായിക്കോട്ടെ, ഇങ്ങനെ സിനിമയുടെ മേഖലയിലോട്ട് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ അതിനകത്ത് എത്തിയിട്ട് ലൂപ്പിനകത്ത് പെട്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ പോട്ടെ പകുതി വഴിക്ക് വെച്ച് ആ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് വർക്കാവും, ഭയങ്കരമായിട്ട് കണക്റ്റീവ് ആവും. സിനിമാ മേഖല നിങ്ങൾക്ക് തരുന്ന ട്രോമ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്നുണ്ടാകുന്നൊരു പ്രഷർ, അല്ലെങ്കിൽ നിങ്ങൾ പല ആഗ്രഹങ്ങളായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല റിജക്ഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ലോട്ട്സ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് എലമെൻറ്റുകളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഹൊറർ ഫീലാണ്. അത് ആക്ച്വലി ട്രെയിലറിനകത്ത് തന്നെ പറയുന്നുണ്ട്. സോ അതാണ് അതിനകത്ത് ഇത്രയൊക്കെ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇതുപോലൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കുള്ളിൽ ഒരു സാധനം, ഒരു പിക്ചർ, ഇതിങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് മോഹങ്ങളായിട്ട് പോകുന്നവർക്ക് ഇതിങ്ങനെയൊക്കെ അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പടമാണ്. ഇപ്പോൾ എന്തായാലും എല്ലാവരും പോയി കണ്ടു നോക്കുക മോളിവുഡ് ടൈംസ്.